നമസ്കാരം. വാർത്തകൾ പലപ്പോഴും നമ്മെ അസ്വസ്ഥരാക്കും, സങ്കടപ്പെടുത്തും, ചിന്തിപ്പിക്കും, ചിലപ്പോൾ നിരാശപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ജീവിതം പോലെ തന്നെ സന്തോഷം നൽകുന്ന, പ്രചോദനം നൽകുന്ന ഒരുപാട് വാർത്തകളുണ്ട് നമുക്ക് ചുറ്റും. പലപ്പോഴും അവ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ബ്രേക്കിംഗ് ന്യൂസിന്റെയും മത്സര ഓട്ടത്തിന്റെയും ഇടയിൽപ്പെട്ട് ഇല്ലാതായി പോകുന്ന ഒരുപാട് വാർത്തകൾ. അങ്ങനെ കുറച്ച് വാർത്തകൾ നമുക്ക് കേട്ടാലോ? ചെറിയ ചെറിയ സന്തോഷങ്ങളുടെയും അറിവിന്റെയും പ്രതീക്ഷകളുടെയും നല്ല വാർത്തകൾ. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നാം ഒരാളുടെ ജീവിതം കൊണ്ട് മറ്റുള്ള നൂറുകണക്കിന് പേർക്ക് സുരക്ഷിതമായ ജീവിതം ഒരുക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം മഹത്തായ കാരുണ്യ പ്രവർത്തനം വേറെ എന്താണ്? അതും കഷ്ടപ്പാട്, പരിമിതി, പ്രതിസന്ധി, അങ്ങനെ മുന്നിലുള്ള വെല്ലുവിളികളെല്ലാം സധൈര്യം നേരിട്ട് സഹജീവികൾക്കായി ജീവിതം ഒഴിഞ്ഞുവയ്ക്കുന്നവർ. അത്തരമൊരാളാണ് തമിഴ്നാട് രാമനാഥപുരം സ്വദേശിയായ 74 വയസ്സുള്ള നൂറി എന്ന ട്രാൻസ്ജെൻഡർ. 37 വർഷമായി HIV ബാധിതയാണ് നൂറി. ജനിച്ചത് ആൺകുട്ടിയായിട്ടാണെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ ലിംഗസ്വത്വം തിരിച്ചറിഞ്ഞു. വീട്ടിലും സമൂഹത്തിലും നിന്നുമുള്ള എതിർപ്പുകൾ സഹിക്കാനാകാതെ 13-ാം വയസ്സിൽ നാടുവിട്ടു. ലൈംഗിക തൊഴിലാളിയായി. ഒടുവിൽ ഇന്ത്യയിൽ തന്നെ എയ്ഡ്സ് സ്ഥിരീകരിച്ച ആദ്യം ചിലരിൽ ഒരാളായി നൂറി. ജീവിതം അവസാനിച്ചു എന്ന് കരുതി ഒറ്റയ്ക്ക് ഇരുട്ടിൽ തള്ളി നീക്കിയ ദിവസങ്ങളെ ഇന്ന് പുഞ്ചിരിയോടെയാണ് നൂറി ഓർത്തെടുക്കുന്നത്. കാരണം നൂറിയുടെ കൂടെ ഇന്ന് 300-ൽ പരം കുട്ടികളുണ്ട്. അവരിൽ ചിലർക്ക് അമ്മയും ചിലർക്ക് മുത്തശ്ശിയുമാണ് നൂറി. HIV ബാധിതരായ കുട്ടികളെ, പ്രത്യേകിച്ച് അനാഥരെ സഹായിക്കുന്നതിനായി SIP+ സൗത്ത് ഇന്ത്യ പോസിറ്റീവ് നെറ്റ്വർക്ക് എന്ന സംഘടന സ്ഥാപിച്ചു സന്നദ്ധ പ്രവർത്തനം നടത്തുകയാണവർ. അത്തരം കുട്ടികൾക്ക് വൈദ്യചികിത്സയും കൗൺസിലിംഗും വിദ്യാഭ്യാസ പിന്തുണയും നൽകുന്ന സംഘടന. സ്വന്തമായി തൊഴിൽ ലഭിക്കുന്നതുവരെ കുട്ടികളെ സംരക്ഷിക്കുന്നു. ഒപ്പം രോഗത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാനും നൂറി സമയം കണ്ടെത്തുന്നു. HIV എയ്ഡ്സ് ബാധിച്ചതിന്റെ പേരിൽ സമൂഹം അകറ്റി നിർത്തിയ വ്യക്തിയായി ജീവിച്ചതിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നൂറിയുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനം. പേര് പോലെ തന്നെ നൂറുകണക്കിന് ജീവിതങ്ങൾക്ക് വെളിച്ചമേകുകയാണ് 74 വയസ്സുള്ള നൂറി എന്ന ട്രാൻസ്ജെൻഡർ. ആ വെളിച്ചം നമ്മുടെ മനസ്സിലും പ്രകാശം വിതരട്ടെ, അല്ലേ? വസ്തുക്കളുടെ ത്രിമാന രൂപങ്ങൾ പൊതുവെ പരിചിതമായ കാഴ്ചയാണ്. കെട്ടിട നിർമ്മാണ മേഖലയിലും കളിപ്പാട്ട വ്യവസായത്തിലും ഇത്തരം ത്രിമാന രൂപങ്ങൾ കൂടുതലായും കണ്ടുവരുന്നു. എന്നാൽ നമ്മുടെ ശരീര അവയവങ്ങളെ ഇത്തരത്തിൽ അച്ചടിച്ച് ത്രിമാന രൂപങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ തന്നെ ശരീരത്തിൽ വച്ച് പിടിപ്പിച്ചാലോ? ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഉദാഹരണത്തിന് കരൾ മാറ്റിവെക്കേണ്ട ഒരാളിൽ അദ്ദേഹത്തിന്റെ തന്നെ ശരീരകോശങ്ങൾ ഉപയോഗിച്ച് കരളിന്റെ ത്രിമാന രൂപം സൃഷ്ടിച്ച ശേഷം ശസ്ത്രക്രിയയിലൂടെ വെച്ചു പിടിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ. അതാണ് 3D ബയോ പ്രിന്റിംഗ്. ഇതിന് ആവശ്യമായ ഘടനാപരമായ പിന്തുണ നൽകുന്ന വസ്തുവാണ് ബയോ ഇങ്ക്. പേപ്പറിലെ മഷി പോലെ ജൈവകോശങ്ങളെ ചേർക്കുന്ന മഷി. സജീവമായ കോശ സംയുക്തത്തെ സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഈ ബയോ ഇങ്കിലുള്ള പേറ്റന്റ് സ്വന്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. രാസമാറ്റം വരുത്തിയ ജലാറ്റിൻ അഥവാ ജെൽമ ആണ് ഈ ബയോ ഇങ്കിലെ പ്രധാന ഘടകം. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകയായ ഡോക്ടർ ഷൈനി വേലായുധൻ. രാസമാറ്റം വരുത്തിയ ജലാറ്റിൻ അഥവാ ജൽമ ആണ് ഈ ബയോ ഇങ്കിലെ പ്രധാന ഘടകം. ജൽമ ഉപയോഗിച്ച് ത്രിമാന പ്രിന്റിങ്ങിന് ശേഷം ഉണ്ടാകുന്ന കലകളെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. സ്ഥിരപ്പെടുത്തലിനെ നിലനിർത്തുമ്പോൾ തന്നെ അൾട്രാവയലറ്റ് രശ്മികളുടെ അമിതമായ സമ്പർക്കത്തിൽ നിന്നും കോശങ്ങളെ സംരക്ഷിക്കുന്ന ജൽമയും ചെരുവുകളും അടങ്ങിയ ഒരു പുതിയ സംയുക്തമാണ് ഈ ഉൽപ്പന്നം. എളുപ്പത്തിൽ ലയിക്കുന്നതും കോശസൗഹൃദവും അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നും സംരക്ഷണവും മാറ്റം വരുത്താവുന്ന ദ്രവ്യതയും അന്തരീക്ഷ ഊഷ്മാവിൽ നിന്ന് പ്രിന്റ് ചെയ്യാവുന്നതും ജൈവ വിഘടനയും രാസാഗ്നിയിൽ ദഹിപ്പിക്കുന്നതും ഈ ഉൽപ്പന്നത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. മരുന്നു കണ്ടുപിടുത്തത്തിനുള്ള രോഗപ്രതിഫലന ബദൽ സംവിധാനമായും മറ്റു രാസപദാർത്ഥ പരീക്ഷണങ്ങൾക്കും വ്യക്തിഗത മരുന്ന് നിർമ്മാണത്തിനും ബയോ ഇങ്കിന് സാധ്യത വളരെ വലുതാണ്. നിലവിൽ മൃഗങ്ങളിൽ ചെയ്തു വരുന്ന രീതികൾക്ക് പകരം ബയോ ഇങ്ക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ത്രിമാന കലകൾ മൃഗങ്ങൾ ഇല്ലാതെ തന്നെ ലാബുകളിൽ കൂടുതൽ വിശ്വാസയോഗ്യമായ പരീക്ഷണങ്ങൾ ചെയ്യാവുന്നതാണ്. ഒരു പ്രത്യേക രോഗിയുടെ കോശങ്ങൾ വിവിധ മരുന്നുകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കി വ്യക്തിഗതമായ ചികിത്സകൾ പ്രാപ്യമാക്കി പ്രതികൂല പാർശ്വഫലങ്ങൾ കുറയ്ക്കുവാൻ ഈ സമീപനം സഹായിക്കും.
ഭാവിയുടെ ചികിത്സാ സമ്പ്രദായമായ പുനരുജ്ജീവന ചികിത്സ അഥവാ റീജനറേറ്റീവ് മെഡിസിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ കണ്ടുപിടുത്തം. മണ്ഡല മകരവിളക്ക് കാലമാണിത് അല്ലേ? രാജ്യത്തെ തന്നെ സുപ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് ദിനംപ്രതി ദർശനത്തിനെത്തുന്നത്. ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരെ സഹായിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ടിനെ കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. സ്വാമീസ് ചാറ്റ് ബോട്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. 6238008000 എന്ന നമ്പറിൽ സന്ദേശം അയച്ച് വിവരങ്ങൾ അറിയാം. QR കോഡ് സ്കാൻ ചെയ്തും ചാറ്റ് ബോട്ടിന്റെ സേവനം നേടാം. താമസം, വെർച്വൽ ക്യൂ, ഇടത്താവളങ്ങൾ, അടുത്തുള്ള ക്ഷേത്രങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, പോലീസ്, മെഡിക്കൽ, ഭക്ഷണ നിരക്ക്, KSRTC ബസ് സമയം, അടുത്തുള്ള സ്റ്റേഷനുകൾ, ഭക്ഷ്യസുരക്ഷ, അഗ്നിസുരക്ഷാ ഹെൽപ്പ് ലൈൻ എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങളും ചാറ്റ് ബോട്ടിൽ ലഭ്യമാണ്. നട തുറപ്പ്, പൂജാ സമയം തുടങ്ങിയ ക്ഷേത്രകാര്യങ്ങളും വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് ഇതിലൂടെ ലഭ്യമാകും. ചാറ്റ് ബോട്ടിലെ നമ്പർ ഒരിക്കൽ കൂടി 6238008000. അഫ്രപാളിയിലെ വെള്ളി വെളിച്ചം എന്നും എക്കാലവും പ്രേക്ഷകനെ ത്രസിപ്പിക്കുന്ന വികാരമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് മനുഷ്യരുടെ അനവധിയായ ഭാവങ്ങളിലേക്ക്, വികാരങ്ങളിലേക്ക് പ്രേക്ഷകനെ ഇഴചേർക്കുന്ന കലാരൂപമാണ് സിനിമ. അത്തരത്തിൽ ലോകമെമ്പാടും നിന്നുമുള്ള 189 ചലച്ചിത്രങ്ങളാണ് ഗോവയിൽ 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇഫിയിൽ ഇക്കുറി പ്രദർശിപ്പിച്ചത്. യുവ ചലച്ചിത്ര പ്രവർത്തകർ ഭാവി ഇപ്പോഴാണ് എന്നതായിരുന്നു മേളയുടെ പ്രമേയം. മേളയുടെ ഒരു പ്രധാന സെക്ഷനായ നാളെയുടെ സർഗാത്മക പ്രതിഭകൾ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ വിഭാഗത്തിൽ 48 മണിക്കൂറിൽ ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള മത്സരം നടന്നു. ഇതിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹിന്ദി ചിത്രം ഗുലുവാണ്. അതിലൂടെ മികച്ച സംവിധായകയായി മാറിയത് മലയാളിയായ അർഷ്ലി ജോസ്. ചലച്ചിത്ര നിർമ്മാണം ഔപചാരികമായി പഠിച്ചിട്ടില്ല അർഷ്ലി. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി നോക്കവെയാണ് സിനിമയോടുള്ള കമ്പം അർഷ്ലിക്കുണ്ടാകുന്നത്. തിരക്കഥാരചനയുടെ ശില്പശാലകളിൽ പങ്കെടുത്ത് ഒടുവിൽ സംവിധായക കുപ്പായം അണിയുമ്പോൾ ദേശീയ തലത്തിലെ അംഗീകാരവും ലഭിച്ചതിന് നിറവിലാണ് തൃശൂർ സ്വദേശിയായ അർഷ്ലി നല്ല വാർത്തയോട്. എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ പണ്ട് തുടങ്ങി ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഫിലിംസ് ഓൾവേസ് ഫെൽറ്റ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ദൂരത്തിലുള്ള സാധനം പോലെയായിരുന്നു. ഞാൻ സെൽഫായിട്ട് റൈറ്റിംഗ് കോഴ്സസിന് അപ്ലൈ ചെയ്തു. റൈറ്റിംഗ് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ കുറേ, പിന്നെ സ്ക്രീൻ പ്ലേസ് വായിക്കുക, അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിലിംസിന് വാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തുമായിരുന്നു. അങ്ങനെ ആയിരുന്നപ്പോഴാണ് എനിക്ക് ഈ റൈറ്റേഴ്സ് ഇങ്ക് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു ലാബിൽ സെലക്ഷൻ കിട്ടിയത്. അവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് സ്ക്രീൻ പ്ലേ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ വേറെ ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഇഫിയുടെ പ്രോഗ്രാമിലോട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. ഫിലിം മേക്കേഴ്സ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ, അതും കുറേ പേര് ഫിലിം സ്കൂൾസിൽ നിന്ന്, അങ്ങനെ ഒരു ഭയങ്കര നല്ല ടീം എഫേർട്ടായിരുന്നു. ഞങ്ങളുടെ ഫിലിമിലും കാണാൻ പറ്റിയെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. അപ്പം അത് കാരണമാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയതും. അർഷ്ലി മാത്രമല്ല അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോയിലെ മലയാളി സാന്നിധ്യം. മികച്ച ചിത്രമായ ഗുലുവിലെ സൗണ്ട് ഡിസൈനർ ടോണി ജോപ്പൻ, മികച്ച രണ്ടാമത്തെ ചിത്രത്തിലെ സൗണ്ട് ഡിസൈനർ PK വിനീത് കൃഷ്ണ, ക്യാമറ അസിസ്റ്റന്റ് അനൂപ് എബ്രഹാം പാറയ്ക്കൽ, അനന്തകൃഷ്ണൻ S, റിതേഷ് സംഗമേശ്വരൻ, ദൃശ്യ, അഫിജിത്ത്, അങ്ങനെ മലയാളികൾ ഏറെയുണ്ടായിരുന്നു ഇത്തവണ. അല്ലെങ്കിലും മലയാളി പൊളിയല്ലേ എന്ന ന്യൂജൻ ചൊല്ലാണ് ഈ അവസരത്തിൽ ചേർന്നത്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ID-യിൽ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം അവതരണം മയൂഷ AM. തയ്യാറാക്കിയത് ലിൻസ സിറാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.